ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് താരം പോകാനൊരു ടിപ്പ് നോക്കിയാലോ? എല്ലാവരും കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ ടിപ്പാണ് ആവശ്യമെങ്കിൽ നിങ്ങളതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ചെയ്യാൻ നോക്കാം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് താരം പോകാനുള്ള ടിപ്പ് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. ഒന്ന് പേരയുടെ ഇലയാണ്, കണ്ടില്ലേ? നല്ല തളിർത്ത പേരയുടെ ഇലയാണ് ആവശ്യം. അത് ഒരു 5 or 6 നമ്മുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് നമുക്കത് എടുത്താൽ മതി. അപ്പം നമുക്കിതിന് തളിരിലയായിരിക്കും കൂടുതൽ നല്ലത്, കാരണം ഇത് നമുക്ക് അരച്ചൊക്കെ എടുക്കേണ്ടത് കൊണ്ട് കേട്ടോ. പേരയുടെ ഇല വളരെ നല്ലതാണ്, നമ്മുടെ സ്കാൽപ്പിനൊക്കെ വളരെ നല്ലതാണ്. അപ്പം അതായത് നമുക്കറിയാലോ, വൈറ്റമിൻ സി കിട്ടുന്നതാണ് പേരയ്ക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ. പേരയ്ക്ക കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ സി കിട്ടും. അതുപോലെ പേരയുടെ ഇലയ്ക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പം നമ്മുടെ സ്കാൽപ്പിനൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ പേരയിലയും തൈരും വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ടിപ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം. തളിരിലയാണ് വേണ്ടത്, അപ്പം കുറച്ച് മതി. പിന്നെ കുറച്ചും കൂടെ തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ തേക്കാൻ അത്യാവശ്യത്തിന് കിട്ടും. പിന്നെ ഒരുപാട് താരനൊക്കെ ഉള്ളവരാണ്, ഭയങ്കര തിക്നെസ് ഉള്ള മുടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ ഇല പറിച്ച് ആഡ് ചെയ്യണം. എന്നിട്ട് തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് തൈര് വേണം. അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് എടുക്കുക. നമ്മൾ സ്കാൽപ്പിൽ മാത്രം തേക്കുന്നുള്ളൂ, അതുകൊണ്ട് അധികമൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ പേരയുടെ ഇല ഒരു മിക്സീൻ്റെ ജാറിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർക്കുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. അതിനുശേഷം അതിൻ്റെ നീര് നന്നായിട്ടൊന്ന് തരിയൊന്നും ഇല്ലാതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് തൈരിൻ്റെ കൂടെ ആഡ് ചെയ്യുക. രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കതൊന്ന് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഓരോരുത്തരുടെ തിക്നെസ്സൊക്കെ അനുസരിച്ചിട്ട്, മുടിയുടെ തിക്നെസ്സും താരൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മളങ്ങനെ ചെയ്യാൻ. നമുക്കറിയാലോ, പേര എന്ന് പറയുന്നത്, പേരയുടെ ഇല ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ്. നമ്മളത് ഡയറക്റ്റ് കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാതെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിന് ഇത് വളരെ നല്ലതാണ്, താരനൊക്കെ പോകും. നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ തലയിൽ ഇനി ഒന്ന് മുടിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മുടി ഒത്തിരി ഡ്രൈ ആയിട്ടാണെങ്കിൽ ഇത് കുറച്ച് ഡ്രൈ ആകും നമ്മൾ മുടിയിൽ തേക്കുമ്പോൾ. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണയോ നമ്മുടെ കാച്ചിയ എണ്ണയോ നമ്മൾ എന്താ തേക്കുന്നതെന്ന് വെച്ചാൽ ആ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തേക്കാം. നമുക്കിത് തേക്കണമെങ്കിലുണ്ടല്ലോ, നല്ലൊരു കോട്ടൺ ഒന്ന് സംഘടിപ്പിക്കുക. എന്നിട്ട് കോട്ടണി മുക്കിയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം കൈ കൊണ്ടൊക്കെ കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര അങ്ങോട്ട് ശരിയായി കിട്ടത്തില്ല, അത് ഒഴുകി പോകും. ഇത് തന്നെ കുറച്ചൊക്കെ ഒഴുകും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് സ്കാൽപ്പിൽ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പ് ഫുള്ള് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയുക. അങ്ങനെ ചെയ്ത് ആഴ്ചയിൽ 2 ദിവസം ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും, താരം നന്നായിട്ട് കുറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.